നമസ്കാരം. പ്രധാന വാർത്തകൾ. മലപ്പുറം പാണ്ടിക്കാട് ഉത്സവത്തിനിടെ ഉണ്ടായ സംഘർഷത്തിൽ യുവാവിന് വെടിയേറ്റ സംഭവം. 3 പേർ കൂടി അറസ്റ്റിൽ. കേസിൽ കൂടുതൽ പേരെ പോലീസ് പ്രതി ചേർത്തു. വെടിവെച്ച ആളുൾപ്പെടെ 10-ൽ കൂടുതൽ പേരെ ഇനിയും പിടികൂടാനുണ്ട്. ആശാവർക്കർമാരുടെയും അംഗൻവാടി ജീവനക്കാരുടെയും സമരം ഒത്തുതീർപ്പാക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന വ്യാപകമായി കോൺഗ്രസിന്റെ പ്രതിഷേധം. തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ ധർണ നടത്തി. ഇനി പിണറായി സർക്കാർ അധികാരത്തിൽ വരില്ലെന്ന് KPCC വക്താവ് സന്ദീപ് വാര്യർ. ഈ വർഷത്തെ SSLC പരീക്ഷ അവസാനിച്ചു. മികച്ച വിജയം നേടുമെന്ന പ്രതീക്ഷ പങ്കുവച്ച വിദ്യാർത്ഥികളും അധ്യാപകരും. മൂല്യനിർണ്ണയം ഏപ്രിൽ 3-ന് ആരംഭിക്കും. അസാധാരണ നടപടിക്രമങ്ങളുമായി പട്ടാമ്പി നഗരസഭയുടെ പുതിയ ബജറ്റ്. സാങ്കേതികത്വം പറഞ്ഞ ബജറ്റ് അവതരിപ്പിച്ചത് ചെയർപേഴ്സൺ. BPL കുടുംബങ്ങൾക്ക് പ്രതിമാസം 15,000 ലിറ്റർ കുടിവെള്ളം സൗജന്യമായി നൽകാൻ പദ്ധതി. പെരിന്തൽമണ്ണ പട്ടിക്കാട് ജാമിയ നൂരിയയ്ക്ക് കീഴിൽ സ്വകാര്യ സർവകലാശാലകൾ ആരംഭിക്കാൻ തീരുമാനം. തുടർ പ്രവർത്തനങ്ങൾക്ക് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ ചുമതലപ്പെടുത്തി. സർക്കാരിന്റെ അംഗീകാരം ലഭിച്ചാൽ വിശദാംശങ്ങൾ പ്രഖ്യാപിക്കും. വിശദമായ വാർത്തകൾ നോക്കാം. മലപ്പുറം പാണ്ടിക്കാട് പൂരാഘോഷത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ യുവാവിന് വെടിയേറ്റ സംഭവത്തിൽ 3 പേർ കൂടി അറസ്റ്റിൽ. തൊടികപ്പലം സ്വദേശി വലിയ പീടിയേക്കൽ മുഹമ്മദ് ഷഹാൻ, കൊടശ്ശേരി സ്വദേശികളായ കറുത്തേടത്ത് സൈദലവി, തോട്ടുങ്ങൽ ഉമ്മർ കൈഫ് എന്നിവരെയാണ് പാണ്ടിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം 10ആയി. അതേസമയം പ്രതികളുടെ എണ്ണം വർദ്ധിച്ച കേസിൽ വെടിവെച്ചയാൾ ഉൾപ്പെടെ 10-ൽ കൂടുതൽ പേർ ഒളിവിലാണ്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് കൊറത്തിത്തൊടിയിലെ പൂരാഘോഷവുമായി ബന്ധപ്പെട്ട് സംഘർഷമുണ്ടായത്. ചീട്ടുകളിയുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ സംഘർഷം എയർഗൺ ഉപയോഗിച്ചുള്ള വെടിവെപ്പിലാണ് കലാശിച്ചത്. ചെമ്പ്രശ്ശേരി സ്വദേശി വെള്ളേങ്കര ലുക്മാനാണ് വെടിയേറ്റത്. ഇദ്ദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് 3 പേരെയാണ് ബുധനാഴ്ച പാണ്ടിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. സംഘർഷം തുടങ്ങിവെച്ച ആളാണ് ഉമ്മർ കൈഫ്. കുരുമുളക് സ്പ്രേ ഉപയോഗിച്ചത് സൈദലവിയാണ്. സംഘർഷത്തിൽ നേരിട്ട് പങ്കെടുത്തയാളാണ് മുഹമ്മദ് ഷഹാൻ. ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം 10ആയി. കേസിൽ പ്രതികളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. വെടിവെച്ച ആൾ ഉൾപ്പെടെ 10-ൽ കൂടുതൽ പേർക്കായി അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് അറിയിച്ചു. സ്റ്റേഷൻ ഹൗസ് ഓഫീസർ C പ്രകാശൻ, ASI P അനൂപ്, ഉദ്യോഗസ്ഥരായ സമീർ കരുവാരക്കുണ്ട്, രജീഷ്, സജിത്ത് തുടങ്ങിയവർ അടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. അസാധാരണ നടപടിക്രമങ്ങളുമായി പട്ടാമ്പി നഗരസഭയുടെ വാർഷിക ബജറ്റ് അവതരണം. വൈസ് ചെയർമാന് പകരം ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടിയാണ് ബജറ്റ് അവതരിപ്പിച്ചത്. BPL കുടുംബങ്ങൾക്ക് പ്രതിമാസം 15,000 ലിറ്റർ വരെ കുടിവെള്ളം സൗജന്യമായി നൽകാൻ ബജറ്റിൽ തുക വകയിരുത്തി. കൃഷി സംരക്ഷിക്കുന്നതിന് കർഷകരെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു പദ്ധതി കൂടിയായിട്ടാണ് ഈ ബജറ്റ് അവതരിപ്പിച്ചിരുന്നത്. ബജറ്റിൽ നമ്മൾ ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ടാണ് പട്ടാമ്പി നഗരസഭയിൽ 2025-2026 വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചത്. വൈസ് ചെയർമാന് പകരം ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടിയാണ് ബജറ്റ് അവതരിപ്പിച്ചത്. ആകെ 49.94 കോടി രൂപ വരവ് പ്രതീക്ഷിക്കുന്നതാണ് ബജറ്റ്. BPL കുടുംബങ്ങൾക്ക് പ്രതിമാസം 15,000 ലിറ്റർ വരെ കുടിവെള്ളം സൗജന്യമാക്കി. ഭിന്നശേഷിക്കാർക്ക് ഇലക്ട്രിക് വീൽ ചെയർ നൽകുന്നതിന് 60 ലക്ഷം രൂപ വകയിരുത്തി. പട്ടാമ്പി നഗരത്തിൽ സോളാർ ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിന് 2 കോടി രൂപയും പട്ടാമ്പി കോടതിയിൽ വനിതകളായ അഭിഭാഷകർക്ക് വിശ്രമമുറി, ടോയ്ലറ്റ് സൗകര്യം എന്നിവയ്ക്ക് 40 ലക്ഷം രൂപയും കൃഷിയിടങ്ങൾ സംരക്ഷിക്കുന്നതിന് സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കുന്നതിന് 50 ലക്ഷം രൂപയും ലഹരിവിരുദ്ധ ക്യാമ്പയിന് 50 ലക്ഷം രൂപയും ബജറ്റിൽ വകയിരുത്തി. പട്ടാമ്പി ഗവൺമെൻറ് ഹൈസ്കൂൾ ഗ്രൗണ്ട് നവീകരണത്തിന് 3 കോടി രൂപയും പട്ടാമ്പി ബസ് സ്റ്റാൻഡ് നവീകരണത്തിന് 2 കോടി രൂപയും നഗരത്തിൽ സോളാർ ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിന് 2 കോടിയും ബജറ്റിൽ നീക്കിവച്ചിട്ടുണ്ട്. മാലിന്യ സംസ്കരണം, അഡ്വഞ്ചർ ടൂറിസം പദ്ധതി എന്നിവയും ബജറ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട്. നഗരസഭാ വൈസ് ചെയർമാൻ TP ഷാജി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ P വിജയകുമാർ, N രാജൻ, PK കവിത, P ആനന്ദവല്ലി, KT റുക്കിയ, കൗൺസിലർമാരായ KR നാരായണസ്വാമി, CS സാജിത്ത്, A സുരേഷ്, C സംഗീത, KT ഹമീദ്, C റാസി, ഹർഷ അശോകൻ തുടങ്ങിയവർ സംസാരിച്ചു. ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ മുൻതൂക്കം നൽകുന്നതാണ് ബജറ്റെന്ന് ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി, വൈസ് ചെയർമാൻ TP ഷാജി എന്നിവർ പറഞ്ഞു. 19,94,404 രൂപ പ്രതീക്ഷിത വരവും 23,45,44,385 രൂപ പ്രതീക്ഷിത ചെലവും 26,48,996,019 കോടി രൂപ
മിച്ച ബജറ്റുമായിട്ടാണ് ഇന്നത്തെ ബജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത്. അതിൽ പ്രധാനമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്തത് മുഴുവൻ ആളുകൾക്കും, അപേക്ഷിച്ച മുഴുവൻ ആളുകൾക്കും പാർപ്പിടം നൽകുക എന്നുള്ളതാണ്. കൂടാതെ ഹൈലൈറ്റായി പറയുന്നത് BPL കുടുംബങ്ങൾക്ക് 15,000 ലിറ്റർ വരെ ഉപയോഗിക്കുന്നവർക്ക് സൗജന്യമായി കുടിവെള്ളം നൽകുന്നതിനുമായി ഈ ബജറ്റിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മേലെ പട്ടാമ്പി, ശങ്കരമംഗലം, കൊടലൂർ എന്നീ ഗ്രൗണ്ടുകൾക്ക് നമുക്കറിയാം യുവജനങ്ങളുടെ ഏറ്റവും അത്യാവശ്യമായിരുന്ന ഒരു കാര്യമാണ് കളിക്കാനുള്ള സൗകര്യം എന്നുള്ളത്. കഴിഞ്ഞ കേരളോത്സവത്തിൽ നമുക്ക് ഈ ഗ്രൗണ്ടുകളുടെ നവീകരണം കൊണ്ട് തന്നെ നമുക്ക് ജില്ലാ തലത്തിൽ തന്നെ 1ാം സ്ഥാനം ഫുട്ബോളിന് നമുക്ക് ലഭിക്കേണ്ടായി. അപ്പോൾ യുവജനങ്ങളുടെ ഏറ്റവും ഒരു ചിരകാല അഭിലാഷമായിരുന്ന ഗ്രൗണ്ടുകൾ നവീകരിക്കുകയും അതിനോടൊപ്പം തന്നെ ഈ ബജറ്റിൽ ഈ 3 ഗ്രൗണ്ടുകൾക്ക് ആയി സോളാർ ഫ്ലഡ് ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിനുകൂടി ഇതിൽ 75 ലക്ഷം രൂപയാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതേസമയം ബജറ്റ് നിരാശാജനകമാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. കാര്യമായ ഒരു പദ്ധതിയും ബജറ്റിൽ ഇടം പിടിച്ചിട്ടില്ലെന്നും പ്രതിപക്ഷാംഗങ്ങളായ KR നാരായണസ്വാമിയും CS സാജിത്തും പ്രതികരിച്ചു. പരിതാപകരവും ദുർബലവുമായിട്ടുള്ള ഒരു ബഡ്ജറ്റാണ് പട്ടാമ്പി നഗരസഭയിൽ ഈ ഭരണമന്ത്രി 5ാമത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം പകൽ വീട് എന്ന് പറഞ്ഞു, ഇപ്രാവശ്യം വനിതകൾക്ക് ഒരു റൂം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പകൽ വീട് 4 കൊല്ലമായി പറയുന്നു. മെക്കനൈസ്ഡ് പാർക്കിംഗ് എന്ന് പറഞ്ഞു. മെക്കനൈസ്ഡ് പാർക്കിംഗ് എല്ലാ ബഡ്ജറ്റിലും പറയും. ജനറൽ ബഡ്ജറ്റാണ്. ഇപ്പോൾ മെക്കനൈസ്ഡ് പാർക്കിംഗും ഇല്ല, ഒന്നുമില്ല. വേറെ സ്ഥലത്ത് വേണമെങ്കിൽ വെക്കാം, ഈ സ്ഥലത്ത് നടക്കുന്നില്ല. അതവർക്ക് നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഹോൾസെയിൽ ഫിഷ് മാർക്കറ്റ് പറഞ്ഞു, അതവർക്ക് നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. പുതിയ ബസ് സ്റ്റാൻഡ് കാലാനുസൃതമായിട്ട് പുതിയ ബസ് സ്റ്റാൻഡ് വരുന്നു പറഞ്ഞു, അതവർക്ക് നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. റവന്യൂ ടവർ പുതുതായിട്ട് വരുന്നു പറഞ്ഞു, അതവർക്ക് നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. 50,000 രൂപ പാവങ്ങൾക്ക് നമുക്ക് ജനറൽ വീട് റിപ്പയർ കൊടുക്കാതെ പറഞ്ഞു, അത് 40,000 ആക്കി മാറ്റിയിട്ടുണ്ട്. ഒരു കാര്യത്തിലും വ്യക്തത ഇല്ലാതെ മാത്രമല്ല ഒരു പുരോഗമനപരമായിട്ടുള്ള ഒരു കാര്യങ്ങൾ തുടക്കം കുറിക്കാനോ ഒന്നിനും ഈ നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല. അത് ഈ 2 മുന്നണികളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം ഭരണത്തെ ബാധിച്ചു എന്നുള്ളതാണ്. തീർച്ചയായും പട്ടാമ്പിയുടെ വികസനത്തിന് തുരങ്കം വെക്കുന്ന ഒന്നാണ്. കോടിക്കണക്കിന് രൂപയുടെ വരുമാനമുള്ള പട്ടാമ്പി നഗരസഭയിൽ ഒരു പുതിയ പദ്ധതികളും പ്രത്യേകിച്ച് എടുത്തു പറയാനില്ലാത്ത തരത്തിലാണ് പുതിയ പദ്ധതി. എണ്ണി പറയാൻ കഴിയാവുന്ന ഒന്നും തന്നെ പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. കോടികളുടെ വരുമാനമുള്ള ഈ ബജറ്റിൽ പുതുതായി അവതരിപ്പിക്കാനുള്ള ഏതെങ്കിലും ഒരു പദ്ധതികളുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയും. മുൻകാലങ്ങളിൽ അവതരിപ്പിച്ചുകൊണ്ടിരുന്ന കഴിഞ്ഞ 5 വർഷമായി തുടർച്ചയായി ആവർത്തിച്ചു കൊണ്ടിരുന്ന പദ്ധതികളുടെ പുനഃപ്രഖ്യാപനം മാത്രമാണ് ഇന്നത്തെ ഈ ബജറ്റിലൂടെ കാണാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ മുൻകാലങ്ങളിൽ അവതരിപ്പിച്ചിരുന്ന ഒട്ടേറെ വലിയ വലിയ പദ്ധതികൾ അതൊക്കെ ചിത്രത്തിൽ നിന്ന് അപ്രത്യക്ഷമായതായിട്ട് നമുക്ക് കാണാൻ കഴിയും. മുമ്പ് കേട്ടിരുന്ന പല പദ്ധതികളും കാണാനേയില്ല. ഇവിടെ ആധുനിക ഫിഷ് മാർക്കറ്റിനെ കുറിച്ച് മുൻകാലങ്ങളിൽ പ്രഖ്യാപിച്ചിരുന്നു, അറവുശാലയെ കുറിച്ച് പറഞ്ഞിരുന്നു, അതുപോലെ സാംസ്കാരിക നിലയത്തെ കുറിച്ച് പറഞ്ഞിരുന്നു, ടൗൺ ഹാളിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഇത്തരം പദ്ധതികളൊന്നും ഇന്ന് നമുക്കിവിടെ കാണാൻ കഴിയുന്നില്ല. പതിവിൽ നിന്ന് വിപരീതമായി ചെയർപേഴ്സണാണ് പട്ടാമ്പി നഗരസഭയുടെ ഇത്തവണത്തെ ബജറ്റ് അവതരിപ്പിച്ചത്. ഇതിനിടയാക്കിയ സാങ്കേതികത്വത്തെക്കുറിച്ച് വൈസ് ചെയർമാൻ TP ഷാജി തന്നെ പ്രതികരിച്ചു. ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ എന്ന നിലയിൽ വൈസ് ചെയർമാനാണ് ഇതിന്റെ ബജറ്റ് അവതരിപ്പിക്കുന്നത്. കഴിഞ്ഞ 4 വർഷക്കാലം ആ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ കഴിഞ്ഞ 19-ാം തീയതി ബജറ്റ് അജണ്ട വെച്ചുകൊണ്ട് യോഗം വിളിച്ചു ചേർത്ത സമയത്ത് അതിന്റെ കൂടുതൽ ബജറ്റുമായി ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ് അന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ട് അന്ന് യോഗം മാറ്റി പിന്നീട് 3 പ്രവൃത്തി ദിവസം ലഭിക്കണം എന്നുള്ളതുകൊണ്ട് 22-ാം തീയതിയാണ് പിന്നീട് യോഗം വെച്ചത്. 22-ാം തീയതിയുടെ യോഗത്തിൽ അന്ന് പ്രതിപക്ഷ അംഗങ്ങൾ ആരും തന്നെ പങ്കെടുക്കാത്തതുകൊണ്ട് നിയമോപദേശം തേടിയ സമയത്ത് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ബജറ്റ് അവതരിപ്പിച്ചിട്ടില്ലെങ്കിൽ സെക്രട്ടറി ബജറ്റ് തയ്യാറാക്കി ചെയർപേഴ്സൺ ബജറ്റ് അവതരിപ്പിക്കണം എന്നാണ് നിയമം. അപ്പൊ ആ നിയമം അംഗീകരിച്ചുകൊണ്ട് ഈ മാസം തന്നെ ബജറ്റ് അംഗീകരിച്ചാൽ മാത്രമാണ് ഒരു നഗരസഭയുടെ പ്രവർത്തനങ്ങൾ വളരെ സുഗമമായി നടക്കൂ എന്നുള്ളത് കൊണ്ടാണ് ചെയർപേഴ്സൺ ബജറ്റ് അവതരിപ്പിച്ചത്. ആശാവർക്കർമാരുടെ ന്യായമായ സമരം വേഗത്തിൽ ഒത്തുതീർപ്പാക്കണമെന്ന് KPCC സെക്രട്ടറി KPA അബ്ദുൾ മജീദ് ആവശ്യപ്പെട്ടു. പെരിന്തൽമണ്ണ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച മുനിസിപ്പൽ ഓഫീസ് ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു KPA അബ്ദുൾ മജീദ്. ആശാവർക്കർമാരും അംഗൻവാടി പ്രവർത്തകരും കേരള ജനതയുടെ അഭിമാന സ്ത്രീ സമൂഹമാണെന്ന് KPCC സെക്രട്ടറി KPA അബ്ദുൾ മജീദ് പറഞ്ഞു. അവരുടെ ന്യായമായ അവകാശ സമരം എത്രയും വേഗത്തിൽ ഒത്തുതീർപ്പാക്കണമെന്നും KPA അബ്ദുൾ മജീദ് ആവശ്യപ്പെട്ടു. ഇക്കാര്യത്തിൽ സമരം ശക്തമാക്കുമെന്നും അബ്ദുൾ മജീദ് പറഞ്ഞു. കേരളത്തിലെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലക്ക്, ജനാധിപത്യ പ്രസ്ഥാനം എന്ന നിലക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു.
ഇത് നീതിക്ക് വേണ്ടിയുള്ള സമരമാണ്. ഇത് ധർമ്മത്തിന് വേണ്ടിയുള്ള സമരമാണ്. ഇത് ന്യായത്തിന് വേണ്ടിയുള്ള സമരമാണ്. ഇത് അവകാശ സമരമാണ്. ഈ സമരത്തിന് എല്ലാവിധ പിന്തുണയും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയും ഐക്യ ജനാധിപത്യ മുന്നണിയും പ്രഖ്യാപിച്ചു. അതുകൊണ്ട് തന്നെ വരും നാളുകളിൽ ഈ സമരത്തിന് കൂടുതൽ പിന്തുണയുമായി കോൺഗ്രസ് പ്രവർത്തകരും ഐക്യ ജനാധിപത്യ മുന്നണി പ്രവർത്തകരും സമര രണാങ്കണത്തിലേക്ക് ഇറങ്ങും. അതുകൊണ്ട് പ്രിയപ്പെട്ട ആശാവർക്കർമാരോടും അംഗനവാടി ടീച്ചർമാരോടും ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങൾ ചെയ്യുന്ന ഈ നീതിക്ക് വേണ്ടിയുള്ള സമരത്തിന് എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് വരും നാളുകളിൽ നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആശാവർക്കർമാർക്കും അംഗനവാടി വർക്കർമാർക്കും ഐക്യദാർഢ്യമർപ്പിച്ച് പെരിന്തൽമണ്ണ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മുനിസിപ്പൽ ധർണ സംഘടിപ്പിച്ചത്. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ടി കെ രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അറഞ്ഞിക്കൽ ആനന്ദൻ മുഖ്യപ്രഭാഷണം നടത്തി. രാജേഷ് മാസ്റ്റർ, ദിനേശ് കണക്കഞ്ചേരി, എ ജെ സണ്ണി, എം പി മനോജ്, യാക്കൂബ് കുന്നപ്പള്ളി, ഷഫീഖ് ചക്കാലി, പത്മിനി ടീച്ചർ, നഗരസഭാ കൗൺസിലർമാരായ മുഹമ്മദ്, സുനിൽ, കൃഷ്ണപ്രിയ, ശ്രീജിഷ എന്നിവരും സി പി ഷീബ, രാധാകൃഷ്ണൻ, അഡ്വക്കേറ്റ് ഷാഹിം തുടങ്ങിയവരും സംസാരിച്ചു. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിണറായി വിജയൻ 3.0 അല്ല 3G ആവാനാണ് പോകുന്നതെന്ന് KPCC വക്താവ് സന്ദീപ് ജി വാര്യർ. ആശാവർക്കർമാരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കോൺഗ്രസ് തച്ചനാട്ടുകര മണ്ഡലം കമ്മിറ്റി തച്ചനാട്ടുകര പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മനസാക്ഷിയുള്ള ഓരോ മനുഷ്യനും ആ സമരം ചെയ്യുന്ന അമ്മമാർക്കൊപ്പമാണ്, സമരം ചെയ്യുന്ന സഹോദരിമാർക്കൊപ്പമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ആ അമ്മമാരുടെ സഹോദരിമാരുടെ കണ്ണുനീരിന് മുന്നിൽ പിണറായി വിജയന്റെ സർക്കാർ കത്തിച്ചാമ്പലാകുന്ന ഒരു ദിവസം അത് അനധിവിദൂരമല്ല എന്ന മുന്നറിയിപ്പാണ് കോൺഗ്രസ് പാർട്ടിക്ക് നൽകാനുള്ളത്. പ്രിയപ്പെട്ടവരെ, അടുത്ത 1.5 വർഷക്കാലം കഴിഞ്ഞാൽ ഈ പിണറായി വിജയന്റെ സർക്കാർ കേരളത്തിന് പുറത്തു പോകും. ഒരു സംശയവും ആ കാര്യത്തിൽ വേണ്ട, ഒരു സംശയവും വേണ്ട. അപ്പൊ പിണറായി 3.0 പറഞ്ഞു നടക്കുന്നുണ്ടല്ലോ, പിണറായി 3.0 ആവില്ല. അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിണറായി 3G എന്ന് നിങ്ങൾക്ക് വായിക്കേണ്ടി വരും. അതാണ് കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത്. ആശാവർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കുക, അംഗൻവാടി ജീവനക്കാരുടെ വേതന വർധന ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ അംഗീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികൾ സംസ്ഥാന വ്യാപകമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ നടത്തിയ ധർണയുടെ ഭാഗമായാണ് തച്ചനാട്ടുകരയിലും പ്രതിഷേധം സംഘടിപ്പിച്ചത്. മണ്ഡലം പ്രസിഡന്റ് പി കൃഷ്ണദാസ് അധ്യക്ഷനായി. എം വിജയരാഘവൻ, ഇ ഗോപാലകൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ തങ്കം മഞ്ചാടിക്കൽ, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റീന ബാബു, കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുരേഷ് കല്ലിത്തൊടി, സി വീരാൻകുട്ടി മൗലവി, കെ തോമസ്, കെ രാജൻ, ഇ രാജൻ, കെ ജയൻ തുടങ്ങിയവർ പങ്കെടുത്തു. ആശാവർക്കർമാരുടെയും അംഗൻവാടി ജീവനക്കാരുടെയും ആവശ്യങ്ങൾ അംഗീകരിച്ച് സമരം ഒത്തുതീർപ്പാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് ഒറ്റപ്പാലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലും ധർണ നടത്തി. നഗരസഭാ ഓഫീസിന് മുന്നിൽ നടന്ന ധർണ DCC ജനറൽ സെക്രട്ടറി സത്യൻ പെരുമ്പറക്കോട് ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാവർക്കർമാരുടെയും അംഗൻവാടി ജീവനക്കാരുടെയും ആവശ്യങ്ങൾ അംഗീകരിച്ച് സമരം ഒത്തുതീർപ്പാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കോൺഗ്രസ് ഒറ്റപ്പാലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലും ധർണ സംഘടിപ്പിച്ചത്. DCC ജനറൽ സെക്രട്ടറി സത്യൻ പെരുമ്പറക്കോട് ധർണ ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് കേരളത്തിൽ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തിരുന്നവരാണ് CPM-ഉം അവരുടെ ട്രേഡ് യൂണിയനായ CUT-യും. എന്നാൽ ഇന്ന് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന് ഏതാണ്ട് 4 വർഷം പിന്നിടാൻ പോകുന്ന ഈ സന്ദർഭത്തിൽ ഇന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കാഴ്ചപ്പാടുകളും ഇന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ തൊഴിലാളികളോടുള്ള സമീപനവുമൊക്കെ അടിമുടി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വളരെ വിചിത്രകരമായ രീതിയിലൂടെയാണ് ഈ സമരത്തെ ഗവൺമെന്റും CPM-ഉം CIT-യും നേരിടുന്നത് എന്ന് കേരളത്തിലെ പൊതുസമൂഹത്തെ വളരെയേറെ ആശങ്കപ്പെടുത്തുന്നു എന്നാണ് ഈ സമരത്തിൽ സൂചിപ്പിക്കുക. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് അലി നാലകത്ത് അധ്യക്ഷനായി. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് NK ജയരാജൻ മുഖ്യപ്രഭാഷണം നടത്തി. നേതാക്കളായ ഗിരീഷ് മാസ്റ്റർ, PS ജഗദീഷ് ശങ്കർ, നിർമ്മല ഷാജി, N വിജയകുമാർ, NK കൃഷ്ണൻകുട്ടി, K കബീർ, KP മുരളീധരൻ, KP മോഹൻകുമാർ, PJ സാമുവൽ, N ഹുസൈനാർ, രമ രവീന്ദ്രൻ, മുഹമ്മദ് സാലിഹ്, NK ശ്രീജേഷ്, ബാലസുബ്രഹ്മണ്യൻ, V കൃഷ്ണദാസ്, KK ഉണ്ണികൃഷ്ണൻ, P നൌഷാദ്, P ഹരിദാസൻ, അബ്ദുൽ കലാം, V ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. ഈ വർഷത്തെ SSLC പരീക്ഷ ബുധനാഴ്ച അവസാനിച്ചു. 4,27,021 വിദ്യാർത്ഥികളാണ് ഇത്തവണ SSLC പരീക്ഷ എഴുതിയത്. വിദ്യാർത്ഥികളും അധ്യാപകരും മികച്ച വിജയപ്രതീക്ഷ പങ്കുവച്ചു.
സമ്പൂർണ്ണ പ്ലസ് പ്രതീക്ഷിക്കാം. എല്ലാതും ഈസി തന്നെയായിരുന്നു. പിന്നെയും പറഞ്ഞ മാതിരി സോഷ്യലിന് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. എക്സ്പെക്ട് ചെയ്യാത്തോടത്തൊന്നും കുറേ വന്നു, പക്ഷെ അതും വലിയ കുഴപ്പമില്ലാതെ അറിയുന്നോട്ട് ഈസി ആയിരുന്നു. മാർച്ച് 3 ഈ വർഷത്തെ SSLC പരീക്ഷ ആരംഭിച്ചത്. 2980 കേന്ദ്രങ്ങളിലായാണ് പരീക്ഷ നടന്നത്. 4,27,021 വിദ്യാർത്ഥികൾ ഇത്തവണ SSLC പരീക്ഷ എഴുതി. ഈ വർഷവും മലപ്പുറം ജില്ലയിലാണ് കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയത്. 79,686 പേർ മലപ്പുറം ജില്ലയിൽ പരീക്ഷ എഴുതി. കൂടുതൽ പേർ പരീക്ഷ എഴുതിയ വിദ്യാഭ്യാസ ജില്ലയും മലപ്പുറമാണ്. ബയോളജിയായിരുന്നു അവസാന ദിവസത്തെ പരീക്ഷ. മികച്ച വിജയം നേടുമെന്ന പ്രതീക്ഷയിലാണ് വിദ്യാർത്ഥികൾ. വിജയപ്രതീക്ഷ വിദ്യാർത്ഥികൾ പങ്കുവച്ചു. എല്ലാതും സിമ്പിൾ ആയിരുന്നു. SS കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാത്ത ക്വസ്റ്റ്യൻസ് വന്നിരുന്നു. ബാക്കിയൊക്കെ സിമ്പിൾ ആയിരുന്നു. ഭയങ്കര ഈസി ആയിരുന്നു. സയൻസ് സബ്ജക്ട്സ് ഒക്കെ ടഫ് ആവുന്ന കരുതിയിരുന്നു, പക്ഷെ അതെല്ലാതും ഫുൾ മാർക്ക് സ്കോർ ചെയ്യാനുള്ള രീതിക്ക് ഈസി ആയിരുന്നു. ഇതുവരെയുള്ള എക്സാമിൽ കെമിസ്ട്രി ഈസി ആയിരുന്നു. പിന്നെ ടഫ് പറയാൻ കുറച്ച് ട്വിസ്റ്റ് ചെയ്ത് വെച്ച് പറഞ്ഞാൽ SS ആണ്. ബയോളജി കുഴപ്പമില്ല, ഒരു ആവറേജ് ഈസിയാണ്. A+ ഉണ്ടാവും. SSLC പരീക്ഷ വിജയശതമാനത്തിൽ സർക്കാർ വിദ്യാലയങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിൽ വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കിയത്. അതേ വിജയം ആവർത്തിക്കുമെന്നും നില മെച്ചപ്പെടുത്തുമെന്നും അധ്യാപകർ പറഞ്ഞു. കഴിഞ്ഞ വർഷം 100% ഞങ്ങൾക്ക് A+ൻ്റെ എണ്ണം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ഇപ്രാവശ്യം ഞങ്ങൾക്ക് 100% ഉണ്ടാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ഞങ്ങളുടെ അധ്യാപകർ വളരെ നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്തു. കുട്ടികളുടെ ഒപ്പം നിന്നിട്ട് തന്നെ വർക്ക് ചെയ്തു. എന്ത് സംശയവും അവർക്ക് ഏത് സമയം ചോദിക്കാവുന്ന ഒരു രൂപത്തിലുള്ള ഒരു തയ്യാറെടുപ്പായിരുന്നു. അധ്യാപകരും കുട്ടികളും ഉള്ള ഒരു കോണ്ടാക്റ്റ് അങ്ങനെ ആയിരുന്നു. PTA-യും മുനിസിപ്പാലിറ്റിയും എല്ലാവരുടെയും സഹകരണം ഞങ്ങൾക്ക് 100% എത്തും തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഏപ്രിൽ 3 SSLC പരീക്ഷയുടെ മൂല്യനിർണ്ണയം ആരംഭിക്കും. മൂല്യനിർണ്ണയം പൂർത്തിയായാൽ വൈകാതെ ഫലവും പ്രഖ്യാപിക്കും. ഇടവേള. വാർത്തകൾ തുടരുന്നു. കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് ആശാ വർക്കർമാർക്ക് എല്ലാവിധ പിന്തുണയും നൽകുന്നുണ്ടെന്ന് പ്രസിഡന്റ് KM ഹനീഫ. പഞ്ചായത്തിലെ 31 ആശാ വർക്കർമാർക്ക് അധിക വരുമാനമായി 2,000 രൂപ നൽകുന്നതിന് 7 ലക്ഷം രൂപ ബജറ്റിൽ നീക്കിവെക്കുന്നതിനുള്ള അനുമതിക്കായി തിരുവനന്തപുരത്തെ കോർഡിനേഷൻ കമ്മിറ്റിയിലേക്ക് അപേക്ഷ സമർപ്പിച്ചതായി പ്രസിഡന്റ് KM ഹനീഫ പറഞ്ഞു. തിരുവനന്തപുരത്ത് സമരം നടത്തുന്ന ആശാ വർക്കർമാരെ താൻ നേരിൽ കണ്ടിരുന്നു. കരിമ്പുഴ പഞ്ചായത്തിൽ 31 ആശാ വർക്കർമാരാണ് ഉള്ളത്. സമരപ്പന്തലിൽ വെച്ച് തന്നെ അവർക്ക് അധികമായി ഒരു തുക നൽകാനുള്ള നടപടിക്കായി നീങ്ങുമെന്ന് ഉറപ്പു നൽകിയിരുന്നു. അതിൻ്റെ ഭാഗമായി പഞ്ചായത്തിൽ ബോർഡ് മീറ്റിംഗ് കൂടി. എന്നാൽ പ്രതിപക്ഷത്തുള്ളവരുടെയും ജില്ലാ ആസൂത്രണ സമിതിയുടെയും പിന്തുണ ലഭിക്കില്ലെന്ന് ഉറപ്പായതോടെ ഭരണസമിതി പ്രസ്തുത തുകയ്ക്കായി അനുമതിക്കായി തിരുവനന്തപുരത്തുള്ള കോർഡിനേഷൻ കമ്മിറ്റിക്ക് നിവേദനം നൽകിയിട്ടുണ്ടെന്ന് പ്രസിഡന്റ് പറഞ്ഞു. 31 ആശാ വർക്കർമാർ ആണ് നമ്മളുടെ പഞ്ചായത്തിലുള്ളത്. ചെയ്യാൻ കഴിയുന്നത് എന്താണ് എന്ന് പരിശോധിച്ച് അടുത്ത ബോർഡ് മീറ്റിങ്ങിൽ അത് ചെയ്യാം എന്ന് തിരുവനന്തപുരത്ത് വെച്ച് അവരോട് ഒരു സമരപ്പന്തലിൽ പോയി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മളെ പഞ്ചായത്തിലെ ബോർഡ് മീറ്റിംഗ് ആയിരുന്നു. ബോർഡ് മീറ്റിങ്ങിൽ പ്രസ്തുത വിഷയം അവതരിപ്പിച്ചു. പ്രിയപ്പെട്ട അനസ് പൊമ്പ്ര, ഉമ്മർകുന്നത്ത് രജിത ടീച്ചർ, ഇവരാണ് ഈ വിഷയം ഉന്നയിച്ചത്. ഈ ആശാ വർക്കർമാർക്ക് 2,000 രൂപ ഇൻസെൻറ്റീവ്, അഡീഷണൽ ഇൻസെൻറ്റീവ് കൊടുക്കാൻ ബഡ്ജറ്റിൽ ഫണ്ട് വകയിരുത്തണം എന്നാണ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബഡ്ജറ്റ് അന്തിമമാക്കുന്ന പരിപാടി ഇന്നത്തെ മീറ്റിങ്ങിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഭരണപക്ഷത്തെ ആളുകളൊക്കെ അനുകൂലിച്ചു. എന്നാൽ പ്രതിപക്ഷത്തുള്ള ആളുകൾ അതിനെ അനുകൂലിക്കുന്ന രീതിയല്ല ഉണ്ടായത്. നമുക്ക് ചെയ്യാൻ കഴിയാത്ത ഒന്നിൽ നിയമവശാൽ നമുക്ക് ചെയ്യാൻ കഴിയാത്ത ഒന്നാണെന്നും അതിൽ നമുക്കിവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കത് ജില്ലാ ആസൂത്രണ സമിതി നമുക്ക് അംഗീകാരം നൽകണം പഞ്ചായത്തിൽ നടത്തുന്ന പദ്ധതിക്ക്. അപ്പോൾ അത് അവിടെ നിന്ന് കിട്ടുന്നില്ല എന്നുള്ളത് നേരത്തെ മുൻകൂട്ടി അറിയാമെന്നുള്ളത് കൊണ്ട് തിരുവനന്തപുരത്തേക്ക് CCക്ക് ഒരു കത്തയക്കാൻ വേണ്ടി തീരുമാനമെടുത്താണ് ബോർഡ് ഭരണസമിതി തിരിഞ്ഞത്. അപ്പോൾ 7 ലക്ഷം രൂപ 31 പേർക്ക് 7 ലക്ഷം രൂപ അഡീഷണൽ ഇൻകമായി മാസം 2,000 രൂപ വെച്ച് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് 7 ലക്ഷം രൂപയോളം ചെലവ് വരും. അത് CCക്ക് ലെറ്റർ അയച്ച് CCയുടെ അംഗീകാരം കിട്ടുന്നവർക്ക് ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനമെടുത്താണ് ബോർഡ് പിരിഞ്ഞിട്ടുള്ളത്.
പെരിന്തൽമണ്ണ പട്ടിക്കാട് ജാമിയ നൂരിയയ്ക്ക് കീഴിൽ സ്വകാര്യ സർവകലാശാലകൾ ആരംഭിക്കും. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ അധ്യക്ഷതയിൽ ചേർന്ന ഭരണസമിതി യോഗത്തിലാണ് ഇക്കാര്യം തീരുമാനിച്ചത്. തുടർ പ്രവർത്തനങ്ങൾക്ക് സാദിഖ് അലി ശിഹാബ് തങ്ങളെ യോഗം ചുമതലപ്പെടുത്തി. വിദ്യാർത്ഥികളുടെ പുതിയ വിദ്യാഭ്യാസ മുന്നേറ്റത്തിന് ഉന്നത പഠനത്തിൻ്റെയും ഗവേഷണത്തിൻ്റെയും നവീകരണത്തിൻ്റെയും കേന്ദ്രമായി വർത്തിക്കുന്ന സ്വകാര്യ സർവകലാശാലയായിരിക്കും പട്ടിക്കാട് ജാമിയ നൂരിയയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുക. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് അത്യാധുനിക സംവിധാനവും മൂല്യബോധവും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള പാഠ്യപദ്ധതി തയ്യാറാക്കും. സ്വകാര്യ സർവകലാശാലകൾ ആരംഭിക്കുന്നത് സംബന്ധിച്ച് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ അധ്യക്ഷതയിൽ ചേർന്ന ഭരണസമിതി യോഗം തീരുമാനിച്ചു. ഉയർന്ന അക്കാദമിക നിലവാരവും ധാർമ്മിക ബോധവുമുള്ള സമൂഹത്തെ സൃഷ്ടിക്കുകയാണ് ലക്ഷ്യമെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അറിയിച്ചു. ഭൗതിക വളർച്ചയും നൈപുണ്യ വികസനവും പരിപോഷിപ്പിക്കുന്ന പഠന പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകും. ആഗോളതലത്തിൽ ആവശ്യമായ അറിവുകൾ നേടുന്നതിന് വിദ്യാർത്ഥികളെ സജ്ജരാക്കുന്നതിനായി ആധുനിക സാങ്കേതിക വിദ്യയിലും ഗവേഷണത്തിലും നിർദ്ദിഷ്ട സർവകലാശാല ശ്രദ്ധ കേന്ദ്രീകരിക്കും. വ്യവസായ സഹകരണം, സാങ്കേതിക വിദ്യാധിഷ്ഠിത വിദ്യാഭ്യാസം എന്നിവയ്ക്ക് ഊന്നൽ നൽകി വിവിധ വിഷയങ്ങളിൽ ബിരുദാനന്തര, ഡോക്ടറൽ, പോസ്റ്റ് ഡോക്ടറൽ പ്രോഗ്രാമുകൾ വിപുലമാക്കി സർവകലാശാല നടപ്പിൽ വരുത്തും. ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ പിന്തുണയ്ക്കുന്നതിനും ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം എല്ലാവർക്കും ഉറപ്പാക്കുന്നതിനും സ്കോളർഷിപ്പ് അടക്കമുള്ള പ്രത്യേക പദ്ധതികൾ രൂപീകരിക്കും. ശക്തവും ചലനാത്മകവും മൂല്യാധിഷ്ഠിതവുമായ പഠന അന്തരീക്ഷം രൂപപ്പെടുത്തുന്നതിന് ആവശ്യമായ പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കും. സർക്കാരിൻ്റെ അംഗീകാരം ലഭിക്കുന്നതിനനുസരിച്ച് സർവകലാശാലയുടെ ഘടന, പ്രോഗ്രാമുകൾ, ഫാക്കൽറ്റി, പ്രവേശന നടപടിക്രമങ്ങൾ അടക്കമുള്ള വിശദാംശങ്ങൾ പ്രഖ്യാപിക്കുമെന്നും ജാമിയ നൂരിയയുടെ കീഴിൽ സർവകലാശാല തുടങ്ങുന്നതിന് ആവശ്യമായ പശ്ചാത്തല സൗകര്യങ്ങൾ നിലവിലുണ്ടെന്നും പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. യോഗത്തിൽ പാണക്കാട് ബഷീർ അലി ശിഹാബ് തങ്ങൾ, സമസ്ത കേരള വിദ്യാഭ്യാസ ബോർഡ് ജനറൽ സെക്രട്ടറി MT അബ്ദുള്ള മുസ്ലിയാർ, ഏലംകുളം ബാപ്പു മുസ്ലിയാർ, KK ആബിദ് ഹുസൈൻ തങ്ങൾ MLA, P അബ്ദുൽ ഹമീദ് MLA, MC മായിൻ ഹാജി, സമസ്ത മുശവറ അംഗങ്ങളായ ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വി, വാക്കോട് മൊയ്തീൻകുട്ടി ഫൈസി, ഹൈദർ ഫൈസി പനങ്ങാങ്ങര, സമസ്ത ജില്ലാ ജനറൽ സെക്രട്ടറി മൊയ്തീൻ ഫൈസി പുത്തനഴി തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. യുവജനങ്ങൾക്ക് നാട്ടിൽ തന്നെ ജോലി ലഭ്യമാക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി P രാജീവ്. പാലക്കാട് ജില്ലാതല നിക്ഷേപക സംഗമവും സാങ്കേതിക ശില്പശാലയും പട്ടാമ്പിയിൽ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വ്യവസായ സംരംഭകർക്ക് സൗഹാർദ്ദപരവും അനുകൂലവുമായ അന്തരീക്ഷമൊരുക്കുന്നതിൽ കേരളം രാജ്യത്ത് ഒന്നാമതാണെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിൽ സ്വകാര്യ വ്യവസായ പാർക്കുകൾ ആരംഭിക്കാൻ സർക്കാർ പ്രോത്സാഹനം നൽകുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഏറ്റവും സന്തോഷകരമായ കാര്യം തദ്ദേശ സ്വയംഭരണ വകുപ്പ്, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റികൾ വിജയകരമായി നടപ്പിലാക്കിയ ഓൺലൈൻ സംവിധാനം പഞ്ചായത്തിലേക്ക് കൂടി വ്യാപിപ്പിക്കുകയാണ്. അപ്പൊ അതോടുകൂടി പഞ്ചായത്തിൽ നിന്ന് ലഭിക്കേണ്ട എല്ലാ സർട്ടിഫിക്കറ്റുകളും ലൈസൻസുകളൊക്കെ ഓൺലൈനായി ലഭിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ മൊബൈൽ ആപ്പ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ വ്യവസായം തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന പ്രദേശം ഏത് കാറ്റഗറിയിൽ പെടുന്നതാണ് എന്നറിയാൻ കഴിയുന്ന സംവിധാനവും വികസിപ്പിച്ചു കഴിഞ്ഞത്. വ്യവസായം ആരംഭിക്കുമ്പോൾ ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും സർക്കാർ നൽകുന്നു. ഇപ്പൊ കേരളത്തിലെ വ്യവസായങ്ങൾക്ക് ലഭിക്കുന്ന ലോണിന്റെ ഒരു കണക്കിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 1 ലക്ഷം കോടി ലോൺ MSMEകൾ. കേരളത്തിലെ നിക്ഷേപ സംരംഭക മേഖലയുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന സർക്കാർ പദ്ധതികളും സേവനങ്ങളും പരിപാടിയിൽ വിശദീകരിച്ചു. അടിസ്ഥാന സൗകര്യങ്ങൾക്കും സംരംഭക മൂലധനത്തിനുമുള്ള സംവിധാനങ്ങൾ ചർച്ച ചെയ്തു. പാഴ്വസ്തുക്കളെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നതിനുള്ള സാങ്കേതിക വിദ്യകളും ഈ മേഖലയിലെ സംരംഭ സാധ്യതകളും പരിചയപ്പെടുത്തി. മുഹമ്മദ് മൂസിൻ MLA അധ്യക്ഷനായി. കായിക വകുപ്പ് മന്ത്രി V അബ്ദുറഹ്മാനും ഓൺലൈനായി പങ്കെടുത്തു. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ, സബ് കളക്ടർ ഡോക്ടർ മിഥുൻ പ്രേംരാജ് എന്നിവർ വിശിഷ്ടാതിഥികളായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ MK ബേബി ഗിരിജ, രതി ഗോപാലകൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് അംഗം കമ്മുക്കുട്ടി എടത്തോൾ, ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ ബെനഡിക്റ്റ് വില്യം ജോൺസ്, മാനേജർ AK റഹ്മത്ത് അലി, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, സംരംഭകർ തുടങ്ങിയവർ പങ്കെടുത്തു. നിർത്തിയിട്ട സ്കൂട്ടറിന് തീപിടിച്ച 6 വയസ്സുകാരന് പൊള്ളലേറ്റു. മണ്ണാർക്കാട് ചന്തപ്പടിയിൽ ചൊവ്വാഴ്ച രാത്രി 11 മണിക്കാണ് സംഭവം. നായാടിക്കുന്ന് സ്വദേശി ഹംസക്കുട്ടിയും മകൻ 6 വയസ്സുകാരൻ ഹനാനും സഞ്ചരിച്ച സുസുക്കി ആക്സസ് 125 എന്ന സ്കൂട്ടറിനാണ് തീപിടിച്ചത്. ജിം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന വഴി മൊബൈലിൽ കാൾ വന്നത് എടുക്കുന്നതിന് വേണ്ടി ചന്തപ്പടിയിൽ റോഡരികിൽ നിർത്തിയതായിരുന്നു സ്കൂട്ടർ. എഞ്ചിൻ്റെ ഭാഗത്തു നിന്നും തീ ആളിക്കത്തുന്നത് കണ്ട ഹംസക്കുട്ടി മുന്നിലിരുന്ന മകൻ ഹനാനെ ഉടൻ എടുത്തു മാറ്റിയെങ്കിലും ഹനാന്റെ കാലിന് പൊള്ളലേറ്റു. ഞങ്ങൾ 11 മണിക്ക് ജിമ്മ് കഴിഞ്ഞ് വരുന്ന വഴി ചന്തപ്പടി എത്തിയപ്പോൾ ഒരു കോള് വന്നപ്പോൾ വണ്ടി സൈഡാക്കി ഓഫ് ചെയ്ത് കോള് നോക്കുന്ന സമയത്ത് 10 മിനിറ്റ് ആയപ്പോൾ വണ്ടിയുടെ താഴെ തീ ആളി കത്തുന്ന കണ്ടു. എൻ്റെ കൂടെ 6 വയസ്സായ കുട്ടി ഉണ്ടായിരുന്നു. അവനെ പെട്ടെന്ന് മാറ്റിയെങ്കിൽ വണ്ടിയുടെ തീ എടുക്കാൻ പറ്റില്ല. പിന്നെ ആളുകളൊക്കെ കൂടി വെള്ളം ഒഴിച്ചിട്ടാണ് ആ തീ ആണെന്നത്.
അപ്പൊ ഞാൻ കഴിഞ്ഞ മാസം സർവീസ് ചെയ്ത വണ്ടിയാണ്, എല്ലാ സർവീസ് ഹിസ്റ്ററിയുള്ള വണ്ടിയാണ്, കണ്ടീഷനുള്ള വണ്ടിയാണ്. വണ്ടി ഓടി ചൂടായിട്ട് പോലില്ല, ജസ്റ്റ് കുഞ്ചിപ്പാട് എടുത്തിട്ട് കണ്ടപ്പാടി വന്നത്. അപ്പത്തിനാണ് ഈ സംഭവം. കുട്ടിയുടെ കാല് പൊള്ളിയിട്ടുണ്ട്. കുട്ടി ആകെ പേടിച്ച് അവനെ ഇറങ്ങി ഓടുകയും ചെയ്യും. നൂറുമേനി വിളവുമായി വാണിയംകുളം കോതയൂരിലെ പൗർണമി സംഘകൃഷിയുടെ തണ്ണിമത്തൻ കൃഷി. മധുരമൂറും തണ്ണിമത്തനുകളുടെ വിളവെടുപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. വേനൽക്കാലത്ത് ഗുണമേന്മയുള്ള വിഷരഹിതമായ രുചിയേറും തണ്ണിമത്തനുകൾ നൽകുക എന്ന ആശയം മുൻനിർത്തിയാണ് കോതയൂർ പമ്പ് ഹൗസിന് സമീപമുള്ള 3 ഏക്കർ പാടത്ത് പൗർണമി സംഘകൃഷിയുടെ നേതൃത്വത്തിൽ തണ്ണിമത്തൻ കൃഷി ആരംഭിച്ചത്. സംഘാംഗങ്ങളായ പി സ്മിത, കെ വി ശില്പ, പി പ്രതിഭ, കെ ഗിരിജ എന്നിവരുടെ നേതൃത്വത്തിലാണ് കൃഷി തുടങ്ങിയത്. നാംധാരി, ജൂബിലി കിങ്, ഇറാനി യെല്ലോ, ഓറഞ്ച് മഞ്ച് എന്നിങ്ങനെ ചുവപ്പ്, മഞ്ഞ, ഓറഞ്ച് നിറങ്ങളിലുള്ള മത്തനുകളാണ് നൂറുമേനി വിളവുമായി പാടം നിറഞ്ഞു നിൽക്കുന്നത്. വേനൽ മധുരം പദ്ധതിയുടെ ഭാഗമായി കുടുംബശ്രീ ജില്ലാ മിഷൻ ജനുവരി പകുതിയിലാണ് കൃഷി ഇറക്കിയത്. ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് കൃഷി ചെയ്തത്. കൃഷിയുടെ വിളവെടുപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗംഗാധരൻ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് പി ശ്രീലത അധ്യക്ഷയായി. തച്ചനാടുകര സമഗ്ര കുടിവെള്ള പദ്ധതിയിൽ നിന്നും അലനല്ലൂർ പഞ്ചായത്തിലേക്ക് ശുദ്ധജലം എത്തിക്കുന്നതിന് നാട്ടുകൽ ഭീമനാട് പാതയോരത്ത് നിരത്തിയ പൈപ്പുകൾ വാഹനങ്ങൾക്ക് അപകടക്കെണിയാകുന്നു. പല പൈപ്പുകളുടെയും അറ്റം റോഡിലേക്ക് തള്ളിയാണ് നിൽക്കുന്നത്. കോട്ടൂപ്പാടം പഞ്ചായത്തിലേക്ക് പൈപ്പ് സ്ഥാപിക്കുന്നതിനായി പാതയുടെ ഇടതുവശത്ത് നിരത്തിയ ഭീമൻ പൈപ്പുകളാണ് വാഹനങ്ങൾക്ക് അപകടക്കെണിയാകുന്നത്. മിക്ക പൈപ്പുകളുടെയും അറ്റം റോഡിലേക്ക് തള്ളി നിൽക്കുന്നതും കാണാം. ദേശീയപാതയെയും സംസ്ഥാന പാതയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡായതിനാൽ രാവും പകലും നിരവധി വാഹനങ്ങൾ ഇതുവഴി പോകുന്നുണ്ട്. എതിരെ വന്ന വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടെ 2 മാസം മുന്നേ കാർ പൈപ്പിലേക്ക് ഇടിച്ചു കയറിയിരുന്നു. തലനാരിഴയ്ക്കാണ് അന്ന് വലിയൊരു അപകടം ഒഴിവായത്. വലിയ വാഹനം എതിരെ വന്നാൽ ഇരുവാഹനങ്ങൾക്ക് കടന്നുപോകാൻ നിലവിൽ ഇവിടെ പ്രയാസമാണ്. റോഡിന്റെ വശത്ത് പൈപ്പ് സ്ഥാപിക്കാൻ പൊതുമരാമത്ത് വകുപ്പിൽ നിന്നും അനുമതി വൈകുന്നതാണ് പൈപ്പ് ഈ രീതിയിൽ കിടക്കാൻ കാരണം. വെളിനഴി കുറുവട്ടൂരിൽ കിണറ്റിൽ വീണ പശുവിനെ അഗ്നിരക്ഷാ സേനയുടെയും ക്രെയിനിന്റെയും സഹായത്തോടെ രക്ഷപ്പെടുത്തി. ഏറെ സാഹസികമായി 3 മണിക്കൂർ നീണ്ട പ്രയത്നത്തിനൊടുവിലാണ് പശുവിനെ കിണറ്റിൽ നിന്നും പുറത്തെടുത്തത്. വെളിനഴി കുറുവട്ടൂരിൽ കിണറ്റിൽ വീണ ഗർഭിണിയായ പശുവിനെയാണ് അഗ്നിരക്ഷാസേനയുടെയും ക്രെയിനിന്റെയും നാട്ടുകാരുടെയും സഹായത്താൽ 3 മണിക്കൂർ നീണ്ട പ്രയത്നത്തിലൂടെ രക്ഷപ്പെടുത്തിയത്. കുറുവട്ടൂർ തൈക്കീട്ടിൽ രാധാകൃഷ്ണന്റെ പശുവാണ് 8 മീറ്റർ താഴ്ചയുള്ള ഉപയോഗശൂന്യമായ കിണറ്റിൽ വീണത്. കിണറ്റിൽ 4 അടിയോളം വെള്ളവുമുണ്ടായിരുന്നു. ബുധനാഴ്ച രാവിലെ 8:30യോടെയായിരുന്നു സംഭവം. കിണറ്റിൽ എന്തോ വീഴുന്നതായുള്ള വലിയ ശബ്ദം കേട്ട് രാധാകൃഷ്ണൻ വന്നു നോക്കിയപ്പോഴാണ് പശു വീണത് കണ്ടത്. തുടർന്ന് അഗ്നിരക്ഷാസേനയെ വിവരമറിയിക്കുകയായിരുന്നു. കോങ്ങാട് നിന്നുള്ള അഗ്നിരക്ഷാ സംഘം സ്ഥലത്തെത്തി ഫയർ സ്റ്റേഷൻ ഓഫീസർ മനോജിന്റെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. നാട്ടുകാരുടെ കൂടി സഹായത്തോടെ പശുവിനെ പുറത്തെടുക്കാൻ ഏറെ നേരം പരിശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല. തുടർന്ന് അടയ്ക്കാപ്പത്തൂരിൽ നിന്ന് ക്രെയിൻ കൊണ്ടുവന്നാണ് 11:30ഓടെ പശുവിനെ കിണറ്റിൽ നിന്ന് കരയ്ക്കെത്തിച്ചത്. കിണറ്റിൽ വീണ പശുവിൻ്റെ ഒരു കൊമ്പ് പൊട്ടിയിട്ടുണ്ട്. മറ്റേ കാര്യമായ പരിക്കുകളില്ലെന്നും രാധാകൃഷ്ണൻ പറഞ്ഞു. ഒരു ചെറിയ ഇടവേള കൂടി. മറ്റു വാർത്തകൾ നോക്കാം. അമ്പലപ്പാറ മുതലപ്പാറ ഭഗവതി ക്ഷേത്രത്തിൽ പൂരത്തിന് കൊടിയേറി. തന്ത്രി ഈക്കാട്ടുമനക്കൽ നാരായണ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിലായിരുന്നു കൊടിയേറ്റം. കൊടിയേറ്റത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ നടന്നു. രാത്രി 9-നായിരുന്നു കൊടിയേറ്റം. ക്ഷേത്രം ഭാരവാഹികളും ഭക്തജനങ്ങളും സന്നിഹിതരായി. വൈകിട്ട് ആധ്യാത്മിക പ്രഭാഷണവുമുണ്ടായിരുന്നു. കൊടിയേറ്റത്തിന് ശേഷം അഭിനയ നൃത്ത കലാക്ഷേത്രത്തിൻ്റെ നൃത്യങ്ങളുമുണ്ടായി. തുറന്നുള്ള ദിവസങ്ങളിലും വൈകിട്ട് ക്ഷേത്രത്തിൽ വിവിധ കലാ സാംസ്കാരിക പരിപാടികൾ അരങ്ങേറും. ഏപ്രിൽ 1-നാണ് പൂരം. തിരുനാരായണപുരം മുത്രത്തിൽക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഭരണിവേലയോടനുബന്ധിച്ച് സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിച്ചു. പ്രമുഖ മാധ്യമപ്രവർത്തകരും എഴുത്തുകാരനുമായ MP സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഈ ദേവിയുടെ
ആ വലിയ ഭാവമുള്ള ക്ഷേത്രങ്ങളെല്ലാം പിൽക്കാലത്ത് അത് മഹാക്ഷേത്രങ്ങളായിട്ട് മാറിയെന്നാണ് കേരളത്തിൻ്റെ സങ്കല്പം തന്നെ. ഇപ്പം ഏറ്റവും ഉദാഹരണത്തിന് കൊടുങ്ങല്ലൂർ ഭഗവതിയുടെ ചൈതന്യമുള്ള ചെട്ടിക്കുളങ്ങര ദേവീക്ഷേത്രം നമ്മൾ എടുത്തു നോക്കിയാൽ മതി. ആ ക്ഷേത്രത്തിൽ ഞാൻ പണ്ടൊരു സെമിനാറൊക്കെ നടത്തേണ്ടായി ആ ക്ഷേത്രത്തിൻ്റെ വളർച്ച സംബന്ധിച്ച്. ഇന്നിപ്പോൾ ആ ക്ഷേത്രം ശബരിമല കഴിഞ്ഞാൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഏറ്റവും വരുമാനമുള്ള ക്ഷേത്രമാണ് ചെട്ടിക്കുളങ്ങര ഭഗവതി ക്ഷേത്രം. ആഘോഷ കമ്മിറ്റി ചെയർമാൻ രാധാകൃഷ്ണൻ അധ്യക്ഷനായി. പാലക്കാട് മലബാർ ദേവസ്വം ഡിവിഷൻ ചെയർമാൻ എം ദണ്ഡപാണി മുഖ്യാതിഥിയായി. ട്രസ്റ്റ് ബോർഡ് ചെയർമാൻ രാമകൃഷ്ണൻ മല്ലത്ത്, വാർഡ് മെമ്പർ രാജാമണി, PM പ്രേംജിത്ത്, ജയദേവൻ ചോക്കത്തെ എന്നിവർ സംസാരിച്ചു. 2024 മികച്ച വില്ലേജ് ഓഫീസർക്കുള്ള റവന്യൂ അവാർഡ് നേടിയ KC ജയകൃഷ്ണനെ ചടങ്ങിൽ ആദരിച്ചു. ഇനി ഷോർട്ട് ന്യൂസ് നോക്കാം. ആശാവർക്കർമാരുടെ സമരത്തെ പിന്തുണച്ചും അംഗനവാടി ജീവനക്കാരുടെ വേതനം വർദ്ധിപ്പിച്ചു നൽകണമെന്നും ആവശ്യപ്പെട്ട് നെല്ലായ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നെല്ലായ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് രാജീവ് ധർണ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് KMK ബാബു അധ്യക്ഷത വഹിച്ചു. ഹംസ മേലാടയിൽ, അലി കീഴാടയിൽ, ഹംസ വരമംഗലം, ബാലൻ നെല്ലായ, NP രാമകൃഷ്ണൻ, മെഹ്റൂഫ് ഇംബാനു, മുത്തു മാവുണ്ടിരി, നവാസ് കളത്തിൽ, സുനിൽ മോളൂർ, രാജൻ മോളൂർ, നൌഷാദ് തുടങ്ങിയവർ പങ്കെടുത്തു. കരിമ്പുഴ, എലമ്പുലാശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലും ആശാവർക്കർമാർ, അംഗൻവാടി ജീവനക്കാർ എന്നിവരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കരിമ്പുഴ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. KPCC സെക്രട്ടറി P. ഹരിഗോവിന്ദൻ ധർണ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് P. മോഹനൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് തെങ്ങിൻതോട്ടം, കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ഹനീഫ, എലമ്പുലാശ്ശേരി മണ്ഡലം പ്രസിഡന്റ് രാജു കരിയോട്, പഞ്ചായത്ത് മെമ്പർ K. രജിത, T. ഉണ്ണികൃഷ്ണൻ, P. അശോകൻ, PT തങ്കവേലു, ഷീബ പാട്ടത്തോടി, CC പാർവതി, P. റീത്ത എന്നിവർ പങ്കെടുത്തു. നമ്മുടെ സഹോദരിമാർ ഇന്ന് ഈ കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് മുമ്പിൽ നടത്തുന്ന ധർണാ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ എല്ലാ മണ്ഡലം കമ്മിറ്റികളും കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകൾക്ക് മുമ്പിലും ഇന്ന് ഐക്യദാർഢ്യ സമരം നടത്തുകയാണ്. നമുക്കറിയാവുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ആശാവർക്കർമാരെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരിക കോവിഡ് കാലമാണ്. ആശാവർക്കർമാരുടെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച ശ്രീകൃഷ്ണപുരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലും ധർണ നടത്തി. പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടന്ന സമരം UDF ചെയർമാൻ P. ഗിരീശൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഭാസ്കരൻ ചിങ്ങനേഴി അധ്യക്ഷനായി. P. ബാലകൃഷ്ണൻ, VN കൃഷ്ണൻ, പലാങ്കുഴി മണികണ്ഠൻ, V. വിനോജ്, K. രാമകൃഷ്ണൻ, V. ഉണ്ണികൃഷ്ണൻ, ഭാഗ്യലക്ഷ്മി, K. ലീല എന്നിവർ സംസാരിച്ചു. സഭകളിലും സെമിനാറുകളിലുമെല്ലാം ജനങ്ങളോട് പറഞ്ഞ വാഗ്ദാനങ്ങൾ പഞ്ചായത്തുകൾക്ക് പാലിക്കാൻ കഴിയാത്തൊരു സാഹചര്യം നമ്മുടെ സംസ്ഥാനത്തുണ്ട്. അധികാരവും വെട്ടിക്കുറയ്ക്കുന്നു, പദ്ധതി വിഹിതവും വെട്ടിക്കുറയ്ക്കുന്നു. ഇതിനെതിരായാണ് കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി ഇന്ന് സമരം നടത്തുന്നത്. ആശാവർക്കർമാരുടെ സമരം, അംഗനവാടി ജീവനക്കാരുടെ സമരമൊന്നും ഗവൺമെന്റ് കണ്ടു എന്ന് നടിക്കുന്നില്ല. ലഹരിക്കെതിരെ തിരുവിഴാക്കുന്നിൽ രൂപീകരിച്ച മതേതര കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണ സദസ്സും ഇഫ്താർ സംഗമവും സംഘടിപ്പിച്ചു. TP കൺവെൻഷൻ സെന്ററിൽ നടന്ന പരിപാടി മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മണികണ്ഠൻ വടശ്ശേരി ഉദ്ഘാടനം ചെയ്തു. മണ്ണാർക്കാട് എക്സൈസ് സീനിയർ ഓഫീസർ അബ്ദുൾ നവാസ് ക്ലാസ് എടുത്തു. കൂട്ടപ്പാടം ഗ്രാമപഞ്ചായത്ത് അംഗം O. ഇർഷാദ്, KT കുഞ്ഞഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി നോക്കാം. മലപ്പുറം പാണ്ടിക്കാട് ഉത്സവത്തിനിടെ ഉണ്ടായ സംഘർഷത്തിൽ യുവാവിന് വെടിയേറ്റ സംഭവം. 3 പേർ കൂടി അറസ്റ്റിൽ. കേസിൽ കൂടുതൽ പേരെ പോലീസ് പ്രതി ചേർത്തു. വെടിവെച്ച ആളുൾപ്പെടെ 10-ൽ കൂടുതൽ പേരെ ഇനിയും പിടികൂടാനുണ്ട്. ആശാവർക്കർമാരുടെയും അംഗൻവാടി ജീവനക്കാരുടെയും സമരം ഒത്തുതീർപ്പാക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന വ്യാപകമായി കോൺഗ്രസിന്റെ പ്രതിഷേധം. തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ ധർണ നടത്തി. ഇനി പിണറായി സർക്കാർ അധികാരത്തിൽ വരില്ലെന്ന് KPCC വക്താവ് സന്ദീപ് വാര്യർ. ഈ വർഷത്തെ SSLC പരീക്ഷ അവസാനിച്ചു. മികച്ച വിജയം നേടുമെന്ന പ്രതീക്ഷ പങ്കുവച്ച വിദ്യാർത്ഥികളും അധ്യാപകരും. മൂല്യനിർണ്ണയം ഏപ്രിൽ 3-ന് ആരംഭിക്കും. അസാധാരണ നടപടിക്രമങ്ങളുമായി പട്ടാമ്പി നഗരസഭയുടെ പുതിയ ബജറ്റ്. സാങ്കേതികത്വം പറഞ്ഞ ബജറ്റ് അവതരിപ്പിച്ചത് ചെയർപേഴ്സൺ. BPL കുടുംബങ്ങൾക്ക് പ്രതിമാസം 15,000 ലിറ്റർ കുടിവെള്ളം സൗജന്യമായി നൽകാൻ പദ്ധതി.
പെരിന്തൽമണ്ണ പട്ടിക്കാട് ജാമിയ നൂരിയയ്ക്ക് കീഴിൽ സ്വകാര്യ സർവകലാശാലകൾ ആരംഭിക്കാൻ തീരുമാനം. തുടർ പ്രവർത്തനങ്ങൾക്ക് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ ചുമതലപ്പെടുത്തി. സർക്കാരിന്റെ അംഗീകാരം ലഭിച്ചാൽ വിശദാംശങ്ങൾ പ്രഖ്യാപിക്കും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.